ലീനയെ മകളായി ഏറ്റെടുത്ത് റീത്ത. അങ്ങനെ സ്റ്റാലിനാണെങ്കിൽ തൻ്റെ മകളെ പുറത്താക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ കാലുറച്ച് ചവിട്ടി നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം എന്തിനാണ് സ്റ്റാൻലി ഇങ്ങനെ കടുത്തൊരു തീരുമാനമെടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് റീത്ത. റീത്തെ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാനായിട്ട് വരണ്ട കേട്ടോ. എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് നിനക്കറിയാവുന്നതല്ലേ. പിന്നെയും നീ ഇത് തന്നെ പറഞ്ഞ് എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. സ്റ്റാൻലി, നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളെ തിരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. മറ്റുള്ളവരുടെ കാര്യങ്ങളോ മറ്റുള്ളവരുടെ താല്പര്യങ്ങളോ നിങ്ങൾ നോക്കുന്നില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ എന്തിനു നോക്കണം? എന്നെ ആവശ്യമില്ലാത്ത എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് ഇട്ടമാരി കിടത്തിയേക്കിരിക്കുകയല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ വേറൊരു വീട്ടിലേക്ക് വരേണ്ടി വന്നത്. അപ്പോൾ ഞാനെടുക്കേണ്ട തീരുമാനങ്ങൾ എനിക്ക് ശരിയാണെന്ന് മാത്രം അപ്പോൾ തോന്നിയാൽ മതി. അല്ലാതെ വേറെ ആൾക്കാരുടെ കാര്യങ്ങളെയും അവരെ ബോധ്യപ്പെടുത്തിയും തീരുമാനങ്ങളെടുക്കാൻ ഇത്തിരി പാടാണ് റീത്താമേ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി, ഇത് തന്നെയാണ് നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നു. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നത് മാത്രമേ ശരിയുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ കണ്ണിൽ തെറ്റാണ് എന്ന് പറയുന്നു. നിങ്ങളേതാണ്ട് ഇവിടെയും പട്ടാള ഭരണമാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് റീത്താമ്മ സ്റ്റാലിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നു. ഇതേ സമയം സ്റ്റാലിനാണെങ്കിൽ റീത്തയുടെ പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാതെ ഞാനായിട്ട് വഴക്ക് പിടിക്കാനായിട്ട് വരണ്ട കേട്ടോ. എനിക്ക് അതിന് താല്പര്യവുമില്ല, അതിനുള്ള സമയവുമല്ല, സാഹചര്യവുമല്ല. അതുകൊണ്ട് നീ എന്താണ് വന്നത്, എന്തിനു വേണ്ടിയാണ് വന്നത് എന്ന് ചോദിക്കുന്നു. അത് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു സ്റ്റാൻലി. അലീനയെ പുറത്താക്കണം, അലീനയെ വിട്ടുകളയണമെന്ന് പറയുന്നു. ഇതേ സമയം സ്റ്റാൻലി പറയുന്നുണ്ട്, അതുമാത്രം സാധ്യമല്ല, അത് നടക്കില്ല. അതിനാണ് നീ ഇവിടെ നിൽക്കുന്നതെങ്കിൽ നിനക്ക് ഇപ്പോൾ തന്നെ പെട്ടിയും പ്രമാണവും എടുത്ത് തിരികെ പോവാവുന്നതാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സാധിക്കില്ല എന്ന് ചോദിക്കുകയാണ് റീത്താമ്മ. അപ്പോഴാണെങ്കിൽ അവൾ എൻ്റെ മകളാണ്, അവൾ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എൻ്റെ മക്കളെക്കാളും, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ മക്കളെക്കാളും ഞാൻ ഏറ്റവും മൂല്യം കൊടുക്കുന്ന എൻ്റെ ഒരേ ഒരു മകളാണ് അലീന എന്ന് പറയുന്നു. അതിന് മാത്രം അവൾക്ക് എന്താണ് ഇത്ര ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ, ഈ 23 വർഷക്കാലം അവൾ ഒരു അനാഥാലയത്തിൽ ജീവിച്ചു. തൻ്റെ മക്കൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു വിധം അറിവ് വെച്ച് അവർ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോകുന്നത് വരെ അവരെൻ്റെ സ്നേഹമൊക്കെ അനുഭവിച്ചിരുന്നു. ഇവളെൻ്റെ സ്നേഹം ഇതുവരെയും അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നും സ്റ്റാൻലി വ്യക്തമാക്കുന്നു. ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ ആരുടെ വാക്ക് കേട്ടോ എൻ്റെ മകളെ പുറത്താക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് സ്റ്റാൻലി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇത് സമയമാണെങ്കിൽ ഇത് കുറേ നേരമായല്ലോ സ്റ്റാൻലി, നിങ്ങൾ നിങ്ങളുടെ മകളെന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഒന്ന് എനിക്ക് അവളെ കാണണം, പരിചയപ്പെടണമെന്നുണ്ട്. എന്താ നിങ്ങൾ നിധിയായി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ റീത്തെ, എനിക്ക് അവളെ പൊതിഞ്ഞു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ ഈ വീട്ടിൽ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നു. അവളെ കാണാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. അവൾ എവിടെയെങ്കിലും കാണുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവൾ മുറിയിലുണ്ടാകുമെന്ന് പറയുന്നു. ഒടുവിൽ റീത്തയെയും കൊണ്ട് നമ്മുടെ സ്റ്റാൻലി മുറിയിലേക്ക് പോകുന്നു. മുറിയിൽ ചെല്ലുമ്പോൾ അലീന നമ്മുടെ വല്യപ്പച്ചൻ്റെ മുൻപിൽ വന്ന പോലെ തന്നെ ഒരു അപ്രതീക്ഷിതമായൊരു എൻട്രിയാണ് കൊടുക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. വല്യപ്പച്ചൻ്റെ അതേ നിൽപ്പിൽ റീത്താമ്മ നിൽക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റീത്താമ്മയാണെങ്കിൽ ഷാലിൻ്റെ മുഖത്ത് ഇങ്ങനെ തുറിച്ച് നോക്കാണ്ടോ. അതായത് ആശ്ചര്യം വിട്ടുമാറുന്നില്ല. തൻ്റെ അമ്മ തൻ്റെ കൺമുൻപിൽ നിൽക്കുന്നത് പോലെ തന്നെ
റീത്താമ്മയ്ക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്. അപ്പച്ചൻ പറഞ്ഞിട്ടും വിശ്വാസമാവാതെയാണ് നമ്മുടെ റീത്താമ്മ വന്നിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സ്റ്റാലിനാണെങ്കിൽ എന്തിയെ ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ റീത്തേ എന്ന് ചോദിക്കുന്നു. എങ്ങനെയാണ് തൻ്റെ മക്കളിൽ നിന്നും ഇവൾ വ്യത്യസ്തയായിരിക്കുന്നത് എന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് സ്റ്റാലി. കാരണം നമ്മുടെ റീത്തയ്ക്ക് കാരണവും അതിനകം മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അലീനയെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തൻ്റെ അമ്മയാണെന്നേ പറയുകയുള്ളൂ. അതായത് തൻ്റെ മരിച്ചുപോയ അമ്മ, സ്റ്റാലിൻ്റെയും തങ്ങളുടെയെല്ലാം അമ്മ. ഇതേ സമയം വെറുതെയല്ല അപ്പച്ചൻ പറഞ്ഞത് എന്ന് നമ്മുടെ റീത്താമ്മ ഊഹിച്ചെടുക്കുന്നുണ്ട്. ഇവളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും പുറത്താക്കാനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് റീത്താമ്മയും എത്തുകയാണ് എന്ന് പറയുന്നു. തുടർന്ന് നമ്മുടെ റീത്താമ്മ അലീനയോട് വിവരങ്ങൾ തിരക്കുന്നു. അലീനയാണെങ്കിൽ താൻ അനാഥാലയത്തിൽ വളർന്നതാണെന്നും തനിക്കറിയില്ലായിരുന്നെന്നും താൻ അവിടുന്ന് ഇവിടെ എത്തിയ വരെയുള്ള എല്ലാ കഥയും റീത്തയോട് പറയുമ്പോൾ, മോളെ നീ അനാഥയല്ല, നിനക്ക് ആൻറ്റിയുണ്ട്, നിനക്ക് ഈ ആൻറ്റിയെ അമ്മയെ പോലെ കാണാവുന്നതാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൂടി കേൾക്കുമ്പോൾ സ്റ്റാലിൻ്റെ കിളി പോവാണ്ടോ. ഇതുവരെ നമ്മുടെ റീത്തയാണെങ്കിൽ അലീനയെ ഓടിക്കും, ഞാൻ ഓടിച്ചു വിടും എന്നൊക്കെ പറഞ്ഞ് അഭിമാനവും കൂടാതെ തന്നെ കുടുംബത്തിൻ്റെ അന്തസ്സും പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന റീത്ത പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് കണ്ടതും നമ്മുടെ സ്റ്റാലി ഇങ്ങനെ റീത്തയെ ഇങ്ങനെ തുറിച്ചു നോക്കുകയാണെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ചേട്ടൻ എന്നെ ഇനിയൊന്നും പറയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ സ്റ്റാലിനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ചിന്നമ്മ ഓരോരുത്തരെയായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സത്യത്തിൻ്റെ തിരിച്ചറിവിൽ നമ്മുടെ സ്റ്റാലിൻ എത്തുകയാണ്. കാരണം തൻ്റെ മകൾക്ക് ആരെയും പെട്ടെന്ന് തൻ്റെ കീഴിലാക്കാനുള്ള ശക്തിയുണ്ട്, അതിനുള്ള രൂപം തന്നെയാണ് തൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവും സ്റ്റാലിന് വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ആർക്കെങ്കിലും സ്വന്തം അമ്മയോട് ദേഷ്യപ്പെടാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു ചിന്തയും സ്റ്റാലിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ കൂട്ടുകാരെ, പ്രേക്ഷകരെ.